യെസ്, മനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കുറ്റപത്രത്തിന് മുൻപ് ഒരു ഇടക്കാല റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം വിശദമായി തന്നെ ആ ഇടക്കാല റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ കെ.സി. വേണുഗോപാലിന്റെ പരാമർശത്തിന് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. കള്ളനെ കയ്യോടെ പിടിക്കുമ്പോഴുള്ള വിഭ്രാന്തിയാണ് കെ.സി. വേണുഗോപാലിന്റേതും. മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധമുണ്ടോ എന്ന് വേണുഗോപാൽ ആശങ്കപ്പെടേണ്ടെന്നും മന്ത്രി. ജനറൽ സെക്രട്ടറി അറിയാതെ സോണിയാഗാന്ധിയുമായി പോറ്റി കൂടിക്കാഴ്ച നടത്തുമോ എന്നും മന്ത്രി ചോദിച്ചു. കള്ളനെ കയ്യോടെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തിയാണ് വേണുഗോപാലിന്റെ വാക്കുകൾ നേടിക്കുന്നത്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ മോഷണബന്ധം മറച്ചുവെക്കാനാവില്ല എന്ന് വേണുഗോപാലും വി.ഡി. സതീശനും മനസ്സിലാക്കിയിരിക്കണം. വേണുഗോപാൽ ആദ്യം സ്വന്തം പാർട്ടിയിലെ സ്വർണ്ണബന്ധങ്ങളെക്കുറിച്ച് മറുപടി പറയട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. മുഖ്യമന്ത്രിയുടെ സ്ഥലകാല ബോധത്തെക്കുറിച്ച് വേണുഗോപാൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. മറിച്ച് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളെ സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സന്ദർശിച്ചതെന്ന കാര്യത്തിൽ മറുപടി പറയാനുള്ള ബാധ്യത വേണുഗോപാലിനുണ്ട്. ഗോപാൽ ശിലാസനൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, കെ.സി. വേണുഗോപാലിലേക്ക് വിരൽ ചൂണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം, അതിനുള്ള മറുപടി, അതിലിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് എന്താ? റോഷ്നി, ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അത് കോൺഗ്രസിന് നേരെയുള്ള ആയുധമായി പ്രയോഗിക്കാനാണ് CPM-ഉം സർക്കാർ കേന്ദ്രങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ.സി. വേണുഗോപാലിനെ ഉന്നമിട്ട് പറഞ്ഞ വാക്കുകളും അതിന്റെ തുടർച്ചയായി ഇന്ന് വി ശിവൻകുട്ടിയുടെ പ്രതികരണവും എല്ലാം തന്നെ. കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരും, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും കെ.സി. വേണുഗോപാലും പരസ്പരം വാക്പോര് നടത്തിയത്. അതിന് പിന്നാലെ ഏറ്റവും അവസാനം കെ.സി. വേണുഗോപാൽ പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന പരാമർശമായിരുന്നു. അതിന് മറുപടിയുമായിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ കോൺഗ്രസുകാർക്കിടയിലെ സ്വർണ്ണബന്ധം പരിശോധിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സ്ഥലകാല ബോധം നോക്കി നടന്നാൽ ശരിയാവില്ല എന്നും കോൺഗ്രസിലെ സ്വർണ്ണബന്ധവും കള്ളന്മാരെ പിടിക്കുമ്പോഴുള്ള വിഭ്രാന്തിയുമാണ് കെ.സി. വേണുഗോപാലിന്റെ എന്നടക്കമുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽ അടക്കമുള്ളവർ അറിയാതെ എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് പോയി കാണുക? സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കോ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ സോണിയയെ കാണുമെങ്കിൽ തന്നെ വലിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു വലിയ സ്വർണ്ണക്കൊള്ളയിൽ അടക്കം വലിയ ബന്ധമുള്ള ഒരാൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ സോണിയാഗാന്ധിയുമായി ബന്ധം സ്ഥാപിക്കുന്നതും അവർക്കൊപ്പം ചിത്രങ്ങൾ അടക്കം എടുക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് CPM-ൽ നിന്ന്, അതായത് മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ഇപ്പോൾ കെ.സി. വേണുഗോപാൽ ഉന്നയിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തങ്ങൾക്ക് നേരെ തിരിയുന്നു എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുകൊണ്ട് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ ഓരോ തരത്തിലായ വിവാദങ്ങളും വാഗ്വാദങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. ഇനി നേരത്തെ പാടിയ പോറ്റിയെ കേറ്റിയെ എന്ന പാരടിപ്പാട്ട് മാറ്റി എഴുതി വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ്സുകാർ പാടേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്നും കോൺഗ്രസ്സുകാർ പ്രതിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആ പാട്ടിലെ വരികൾ അടക്കം മാറ്റി വീണ്ടും ഒരിക്കൽ കൂടി പാടി നടക്കേണ്ട സ്ഥിതിയാണ് എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുകയാണ്. റോഷൻ, ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്. ചില രാഷ്ട്രീയ നേതാക്കളെ വട്ടമിട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രണ്ട് മുന്നണികളിൽ നിന്നും പരസ്പരം വാഗ്വാദങ്ങൾ നടക്കുകയാണ്. പരസ്പരമുള്ള പരാമർശങ്ങളൊക്കെയാണ് ചർച്ചയാകുന്നത്.